വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ചാപ്റ്ററിലെ വലിയ ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അവർ 85 ഗ്രാം അമോണിയ തന്നിട്ടുണ്ട്. എത്രയാ? 85 ഗ്രാം അമോണിയ അവർ തന്നിട്ടുണ്ട്. 85 ഗ്രാം അമോണിയ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് അമോണിയ? അമോണിയയുടെ മോളാർ മാസ് എത്ര? അമോണിയയുടെ മോളാർ മാസ് എത്ര എന്നാണ്. അമോണിയയുടെ നൈട്രജനുള്ള തലയ്ക്ക് മുകളിൽ 14 ആണുള്ളത്, ഹൈഡ്രജന് തലയ്ക്ക് മുകളിൽ 1 ആണുള്ളത്. അപ്പോൾ മോളാർ മാസ് കാണാൻ 1 × 14 ശരിയല്ലേ? ഇവിടെ 1 ഒരു നൈട്രജൻ ആള് 1 × 14 പ്ലസ് എത്ര ഹൈഡ്രജനാ? 3 × 1 ഒരു ഹൈഡ്രജന്റെ മോളാർ മാസ് അറ്റമിക് മാസ് 1 ആണ്. അപ്പൊ 17 ആണ് മോളാർ മാസ് ഓഫ് അമോണിയ. 17. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. മോളാർ മാസ് ഓഫ് അമോണിയ എത്ര വെച്ചാൽ 17 ആണ്. ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ സാമ്പിൾ? എത്ര മോളിക്യൂൾസ് ഉണ്ട്? മോളിക്യൂൾസ് അറിയണമെങ്കിൽ മോൾസ് കാണണം. മോളിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ മോളിക്യൂൾ കിട്ടുള്ളൂ. സോ മോള് കാണണമെങ്കിൽ മക്കൾ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന മാസിന് മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തന്നിരിക്കുന്ന മാസത്തിന് നമുക്കൊക്കെ അറിയാം 85 ഗ്രാം ആണ്. സോ 85/17 എന്ന് പറഞ്ഞാൽ 5 മോളാണ്. 5 മോൾ. അപ്പൊ എത്ര മോളിക്യൂൾസ് എന്ന് വെച്ചാൽ 5 × അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സാമ്പിൾ? വോളിയം എന്തായിരിക്കും? STP-യിൽ ഇതിന്റെ വോളിയം എന്തായിരിക്കും? 5 മോളിന്റെ വോളിയം. ഒരു മോളിന്റെ വോളിയം എത്രയാ? 22.4 ആണെങ്കിൽ 5 മോളിന്റെ വോളിയം 5 × 22.4 ലിറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് എത്ര? 5 മോളാണെന്ന് കിട്ടി. 5 മോൾ. ഇതിന്റെ വോളിയം എത്ര വെച്ചാൽ 5 × 22.4 ലിറ്റർ ആണ്. ഹൗ മെനി ഗ്രാം ഓഫ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ദി സെയിം സാമ്പിൾ? എത്ര ഗ്രാം ഓക്സിജൻ വേണം? സോ 5 മോൾ ഓക്സിജൻ വേണം. 5 മോൾ ഓക്സിജൻ വേണമെങ്കിൽ 5 മോൾ ഓക്സിജൻ ആണ് വേണ്ടത്. 5 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 5 × 32 ഗ്രാം ആയിരിക്കും. കാരണം മോളാർ മാസ് ഓഫ് O2 എത്രയാ? 32 ആണ്. ക്ലിയർ അല്ലേ? അപ്പം മോളിനെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? മാസ് കിട്ടും. എത്ര ഗ്രാം വേണം വെച്ചാൽ 5 × 32 ഗ്രാം വേണം.